നമസ്കാരം, എൻ്റെ പേര് അഖിൽ. ഞാൻ ഈ ഒരു കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 6-7 വർഷത്തോളം ആകുന്നു. അത് യന്ത്രം ഉപയോഗിച്ചുള്ള കൃഷി രീതിയിലേക്ക്. ഇപ്പോൾ കൃഷിക്ക് തൊഴിലാളികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു 1 ഏക്കർ പാടശേഖരം ഇപ്പം ഞാറ് നടണമെങ്കിൽ നമുക്കൊരു 7-8 പേര് വേണം. അത് രാവിലെ തൊട്ട് ഉച്ച വരെ എന്തായാലും സമയമെടുക്കും. ഇപ്പം നമുക്ക് ഈ യന്ത്രം വന്നതോടുകൂടി ഒരു ദിവസം വേണ്ടി വരുന്നത് 7-8 പേര് വേണ്ടി വരുന്നത് ഇപ്പം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ നമുക്ക് പാടം നട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഷീൻ വരുന്നത് കുബോട്ട കമ്പനിയുടെയാണ്. അപ്പോൾ ഇതൊരു 4 വരിയായിട്ടാണ് നട്ടു പോകുന്നത്. അതിന് പ്രത്യേക അനുപാതത്തിൽ ഞാറ് ചെളിയിൽ പാവി ഒരു ഷീറ്റ് രൂപേണ കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ മെഷീനിൽ ഉപയോഗിക്കുന്നത്. അതിനിപ്പോൾ പ്രത്യേകം ട്രേ ഇതിന് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ അളവ് രീതിക്കുള്ള ട്രേ വരുന്നുണ്ട്. അതിൽ ഒരു 1/2 ഇഞ്ച് കനത്തിന് ചെളി മാത്രം, അതിൽ കല്ലോ കമ്പോ അങ്ങനെയുള്ള ഒന്നും വരാതെ ചെളി മാത്രം നിറച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കുരിപ്പിച്ച വിത്ത് പ്രത്യേക അനുപാതത്തിൽ പാവി അത് ഒരു 12 ദിവസം വയലിൽ തന്നെ വെച്ച് കുരിപ്പിച്ച് 12 ദിവസത്തെ വളർച്ച എത്തുമ്പോഴാണ് നമ്മൾ ഇളക്കി വയലിൽ നടുന്നത്. ഇത് ഫീൽഡ്, നമ്മളിപ്പം വയലിൽ ഞാറ് നടാൻ ഉപയോഗിക്കുന്ന ഗിയറാണ് ഈ കാണുന്നത്. ഇത് വരുന്നത് സെൻറ്ററിൽ വരുന്നത് ന്യൂട്രൽ, താഴെ വരുന്ന റിവേഴ്സ്. പിന്നെ നമുക്ക് ഈ ലിവറാണ് പ്ലാന്റിങ്, അതായത് ഞാറ് നടുന്നത് ഓൺ ആക്കുന്നത്. ഇതാണ് ഈ ലിവറിൽ തന്നെയാണ് ഓഫ് ചെയ്യുന്നതും. ഈ മെഷീൻ ഇത്തിരി ഹൈറ്റ് കൂട്ടി നമുക്ക് വരമ്പ് കയറ്റി ഇറക്കാനും വളയ്ക്കുമ്പോൾ ഉപയോഗിക്കാനും ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. താഴോട്ട് ആക്കും തോറും മെഷീൻ ഒന്ന് ഹൈഡ്രോളിക് ചെയ്ത് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് വരമ്പ് കയറ്റി ഇറക്കാൻ സഹായിക്കും. പിന്നെ ആ പൊസിഷനിൽ തന്നെ നമ്മൾ എത്രത്തോളം ഹൈറ്റ് പൊക്കി വെച്ചേക്കുന്നോ ആ ഹൈറ്റിൽ തന്നെ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു ലോക്ക് കൂടി ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് ഓൺ ഓഫ് സ്വിച്ചാണ്. അതിൽ തന്നെയാണ് ഹെഡ്ലൈറ്റും കൊടുത്തിരിക്കുന്നത്. നമുക്കൊത്തിരി സന്ധ്യ സമയത്തും കുറച്ചുകൂടെ വയലിൽ ഞാറ് നടണമെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു ഹെഡ്ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന മെഷീൻ്റെ ചോക്കാണ്. ഇതാണ് ആക്സിലേറ്റർ നമ്മൾ തിരികെ പൗസ് ചെയ്ത് വെക്കാനുള്ള രീതിക്കുള്ള മെത്തഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് മെയിൻ ക്ലച്ച്. നമ്മളിതെല്ലാം ചെയ്ത് വെച്ചിട്ട് മെയിൻ ക്ലച്ച് റിലീസാക്കിയാൽ മാത്രമേ വണ്ടി മൂവിങ് ആവും. ഇത് വരുന്നത് 2 ഹാൻഡിലായിട്ട് ഓരോ ക്ലച്ച് വീതം വരുന്നുണ്ട്. ഇത് മെഷീൻ ഇടത്തേക്കും വലത്തേക്കും തിരിക്കാൻ വേണ്ടി ഇട്ടാണ്. ഈ മെഷീന് മെയിനായിട്ട് വരാത്തത് ബ്രേക്കില്ല. ചെളിയിൽ ഉപയോഗിക്കാനായതുകൊണ്ട് അതിന് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിന് 4 വരിയായിട്ടാണ് നട്ട് പോകുന്നത്. അതിനായിട്ട് 4 ആമുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെഷീനെ ചെളിയിൽ താന്നു പോകാതിരിക്കാൻ 3 ഫൈബർ ഫ്ലോട്ടുകൾ ഇതിൽ മെഷീനെ താങ്ങി നിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മെഷീൻ വരുന്നത് ഒരു 200 cc അടുപ്പിച്ചുള്ളൊരു എഞ്ചിനാണ് മെഷീനിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 4.5 HP കരുത്തുള്ളൊരു യമഹ എഞ്ചിനാണ്.